ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2029 ഓഗസ്റ്റ് മാസം 31-ാം തീയതി ശനിയാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 15-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 9-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ്. നാളെ പ്രദോഷം വ്രതം എടുക്കേണ്ട ദിവസമാണ്. പ്രദോഷവ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നാളത്തെ ദിവസം പ്രദോഷവ്രതം എടുക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ത്രയോദശി തിഥിയിലാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത്. നല്ല ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ, അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ ഐശ്വര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും വ്രതമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ത്രയോദശി വ്രതം എടുക്കണം. അത് നാളെ അനുകൂലമായൊരു ദിവസമാണ്, ത്രയോദശി തിഥിയാണ്. അതിന് പ്രത്യേകം തയ്യാറാകണം എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അതെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തയ്യാറാകണം എന്നും ഞാൻ ഓർപ്പിക്കുകയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 5:58 അവസാനിക്കുന്നത് ശനിയാഴ്ച രാത്രി 7:41. ഇപ്പോൾ പൂയ നക്ഷത്രത്തിൻ്റെ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 5:58 മുതൽ ശനിയാഴ്ച രാത്രി 7:41 വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂയ നക്ഷത്ര ജാതകരാണ്. പൂയ നക്ഷത്രം കർക്കിടക കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും നാളെ പൂയ നക്ഷത്രമാണല്ലോ. പൂയ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നത് നമുക്ക് ചിന്തിക്കാം. വിശാഖം, അനിഴം, പുണർദം, ഉത്രട്ടാതി, രേവതി, കാർത്തികം, മകയിരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ 27 നാളുള്ളതിൽ നാളത്തെ ദിവസം ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട ഫലങ്ങൾ നാളത്തെ ദിവസം ഈ നാളുകാർക്കാണ് വന്നു ചേരുക എന്ന് പറയുന്നു. ഇനി നാളെ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ 5 നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. മുന്നറിയിപ്പ് നൽകുകയാണ്. ഓരോ ദിവസവും മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാളുകാർ മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് മൂലം, പൂരാടം നാളുകാർക്ക് അവരുടെ 6-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വളരെയേറെ പ്രതിസന്ധിയുണ്ട്. 7-ൽ ചൊവ്വ നിൽക്കുന്ന സമയമാണ്, അതിൻ്റേതായ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് അത്ര അനുകൂലമായൊരു സമയമല്ല. അതുകൊണ്ട് ഈ നാളുകാർ സൂക്ഷിക്കണം. തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 12-ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. അവർക്കും മോശമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട്. രോഹിണി, ഭരണി എന്നീ നാളുകാർക്ക് രോഹിണിക്ക് ജന്മഭാവത്തിൽ ശനി നിൽക്കുന്ന സമയമല്ല, വ്യാഴമാണ് ജന്മത്തിൽ നിൽക്കുന്നത്. എങ്കിലും പ്രതികൂലം എങ്ങനെ വരുന്നു എന്നൊരു ചോദ്യം അവരിൽ ഉണ്ടായേക്കാം. പക്ഷേ പ്രതികൂലം അവരിൽ വരാൻ സാധ്യത അവരുടെ 2-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് നാളത്തെ ദിവസം ശനിയുടെ ദിവസമാണ്. ശനി ചൊവ്വയെ ശത്രുവായിട്ട് കാണുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ അവർക്കും നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വരാനിടയുണ്ട്. പിന്നെ ഭരണി നാളുകാർക്ക് നാളത്തെ ദിവസം എന്താണ് പ്രതികൂലം വരാൻ സാധ്യതയുള്ളത്? അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭരണി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ശനിയെ അവരുടെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവരുടെ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5-ാം ഭാവം പുത്രഭാവമാണ്, ആൺമക്കളെക്കുറിച്ചുള്ള ഭാവമാണ് 5-ാം ഭാവം. അപ്പോൾ ആ ശനി ദൃഷ്ടി ചെയ്യുന്ന മൂലം ഈ ഭരണി നാളുകാരുടെ ആൺമക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഈ പ്രതികൂലം പറയുന്നത്. അപ്പോൾ പ്രതികൂലമായ ഏതെങ്കിലും അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. ഒരു ശനിയാഴ്ച ദിവസം എന്ന് പറയുന്ന ദിവസം ശനിയുടെ ദിവസമാണ്. അപ്പോൾ ശനിക്ക് ശത്രുതയുള്ള ഗ്രഹങ്ങളെ ശനി ശത്രുതയോടുകൂടി കാണുമ്പോൾ അത് ഈ ജാതകന് അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. അതാണ് ഈ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
വളരെ മോശമായ ദിവസമായിരുന്നു. അന്നൊക്കെ ഒരുപാട് അപകടങ്ങൾ നടന്ന ദിവസമായിരുന്നു. പക്ഷേ ഇന്നലെ ഒന്നും അത്രയും അപകടങ്ങളില്ലായിരുന്നു. അതിന് മുമ്പ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ഒരുപാട് അപകടങ്ങൾ നടന്ന ഫോട്ടോകൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ എത്രമാത്രം കൃത്യമായിരുന്നു എന്ന് ഞാനത് ഓർത്തു. കാരണം ഗ്രഹങ്ങൾ നമുക്കറിയാം, പ്രകൃതിയിൽ ഗ്രഹങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇന്നലെയൊന്നും അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ഓരോ ദിവസത്തെ പ്രത്യേകത. ഇന്നിപ്പോൾ നമുക്ക് ഈ പ്രതികൂലമായി വന്നു ചേരുന്നത് മഴയ്ക്കുള്ള സാധ്യതയാണ്. അതായത് ചന്ദ്രൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന കുജനുമായിട്ട് ചേർന്ന് പുണർദം നക്ഷത്രം തീരുവോളം മഴയുണ്ടാകും. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രതികൂലമായ അനുഭവം എന്നുള്ളത്, അല്ലാതെ മറ്റൊരു രീതിയിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളൊക്കെയാണ് ഗ്രഹങ്ങൾ തിളങ്ങുന്നത്. അത് വെച്ചാണ് ഈ പ്രതികൂലം പറഞ്ഞു തരുന്നത്. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും നാളെ ശനിയാഴ്ച ദിവസമാണ്. ഈ ജ്യോതിഷപ്രകാരമുള്ള ഒരുപാട് ഗണ്ഡാന്തം, വൃഷ്ടിദോഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ശുഭസമയമായിട്ട്. പക്ഷെങ്കിൽ ജ്യോതിഷം അതിനകത്ത് നിന്ന് മനുഷ്യർക്ക് അവരുടേതായ കാര്യങ്ങൾ ഒരു പകൽ ദിവസം 12 മണിക്കൂർ കിട്ടുമ്പോൾ ആ 12 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ മാത്രം നല്ല മുഹൂർത്തമായിട്ട് തിരിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ എപ്പം ചെയ്തെടുക്കും. അത് സാധ്യമല്ലല്ലോ. അപ്പം അതിനുവേണ്ടി വിവാഹം അല്ലെങ്കിൽ ഗൃഹാരംഭ പ്രവേശം ഒഴികെയുള്ള മറ്റ് കാര്യങ്ങൾക്കായിട്ട് ജ്യോതിഷം പൊതുവേ നല്ല ശുഭസമയം വേർതിരിച്ച് തന്നിട്ടുണ്ട്. ആ ശുഭസമയം നോക്കിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്രകാരം ഉള്ള കണക്ക് വെച്ച് നാളെ പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞുതരാം. രാവിലെ 7:48 മുതൽ 9:18 വരെ ശുഭസമയമുണ്ട്. പിന്നീട് 10:48 മുതൽ 12:24 വരെ ശുഭസമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 1:38 മുതൽ 5:18 വരെയും ശുഭസമയമുണ്ട്. അപ്പോൾ നാളെ ശനിയാഴ്ച ദിവസം ശനിയുടെ ദിവസമാണ്, പാപഗ്രഹത്തിൻ്റെ ദിവസമാണ്, പാപ ദിവസമാണ്, ശുഭദിനമല്ല, പാപദിനമാണ്. എങ്കിൽ പോലും ജ്യോതിഷം മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി ശുഭസമയത്തെ വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ നോക്കി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം വാക്ക് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ശുഭസമയങ്ങൾ, പ്രത്യേകിച്ച് ഈ നല്ല സമയങ്ങളൊക്കെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത്. അത് അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി 31. നാളെ ഓഗസ്റ്റ് മാസം 31. അപ്പോൾ 31 എന്നുള്ള തീയതി 31 ഒറ്റസംഖ്യയാക്കുമ്പോൾ 3 + 1 = 4. അപ്പോൾ അങ്ങനെ 4 ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഖ്യകൾ ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം, കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്, അനുകൂലമായ അനുഭവം മതി എന്ന് വെക്കുന്നവർ അങ്ങനെ ഇരിക്കട്ടെ. അതിലുപരിയായിട്ട് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ്, എനിക്ക് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കണം, അല്ലെങ്കിൽ എനിക്ക് കൈവരിക്കണം, എനിക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യം, അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർ നാളത്തെ ദിവസം മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. ഇനി അത് വേണ്ട, സാമാന്യമായ ഫലങ്ങൾ മതിയെങ്കിൽ നാളത്തെ ദിവസം അവർ മഞ്ഞ, നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ, മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും സാമാന്യ ഫലങ്ങൾ വന്നു ചേരും. അല്ലാത്ത പക്ഷേ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് അനുകൂലമായ ഫലങ്ങൾ അവർക്ക് വന്നു ചേരും എന്നും സംഖ്യാ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അവർക്ക് ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. അതുകൊണ്ട് അവർ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിലും അനുകൂലമായ ഫലങ്ങൾ അവർക്ക് വരും. അപ്പോൾ അവർക്ക് കൂടുതൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് പറയുന്നു. ഉണ്ടെങ്കിൽ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം പോലെ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് മുടങ്ങാതെ കാണുക, കേൾക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ. പലരും പലവിധമായ പ്രതിസന്ധികളിൽ കൂടിയാണ് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. ഈ നക്ഷത്രഫലം കേട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ജീവിതത്തിൽ പോയാലും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തുവും ഏകദേശമൊക്കെ അനുകൂലമാണെങ്കിൽ ഈ പൂർണ്ണമായിട്ടുള്ള ഫലം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ജാതകന് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടക്കുന്ന കിടപ്പുമുറിയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിലാണോ? ജ്യോതിഷ രാശിചക്രം പോലെ നിങ്ങളുടെ വീടിൻ്റെ വാസ്തുവും അനുകൂലമായിരിക്കണം എന്നാണ് എൻ്റേതായ കണ്ടുപിടുത്തം. ഞാൻ കണ്ടുപിടിച്ചത് എനിക്ക് മഹാദേവൻ തന്ന വാസ്തുവാണ് കേട്ടോ. മഹാദേവൻ എനിക്ക് തന്ന ജ്ഞാനം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച വാസ്തുവാണ്. അപ്രകാരമാണ് ഞാൻ വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും വർഷമായിട്ടും ഞാൻ ആ വീട് വെച്ച് താമസിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ കണ്ടുപിടിച്ച വാസ്തുവാണ്. അപ്രകാരമാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഒരു ഗ്രഹനില പോലെ അല്ലെങ്കിൽ രാശിചക്രം പോലെ അവിടെ നിങ്ങളുടെ ഇഷ്ടഭാവവും അനിഷ്ടഭാവവും ഒക്കെ നോക്കി അതേ രീതിയിൽ തന്നെ വേണം നിങ്ങളുടെ വീടും ആയിരിക്കണം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആദ്യകാലത്തൊക്കെ ചെയ്തായിരുന്നു. അതൊന്നും ആരും കണ്ടില്ല. നമ്മളന്ന് ഒന്നുമല്ലല്ലോ, 10-100 പേരെ 100 പേര് കണ്ടു കാണും. അതിൽ കൂടുതലൊന്നും ആൾക്കാർ കണ്ടിട്ടില്ല. ഒരു വീഡിയോ ഒക്കെ പോപ്പുലാരിറ്റി കിട്ടെങ്കിൽ പറയുന്ന ആൾ പ്രശസ്തനാകണ്ടേ? പ്രശസ്തനാകണമെങ്കിൽ എത്ര വർഷം കഴിയണം? ഇപ്പം ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്തപ്പോൾ എത്ര പേരാണ്? 300 പേരൊക്കെയാണ് കണ്ടത്. ഇപ്പോൾ ആ സ്ഥാനത്ത് 3000 പേര് കാണുന്നുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ വാസ്തുശാസ്ത്രം, മഹാദേവൻ എനിക്ക് തന്ന ജ്ഞാനം, എൻ്റെ ബുദ്ധി, മഹാദേവൻ്റെ സിദ്ധി അതൊക്കെ പ്രാബല്യത്തിലാകും. അപ്പോഴത്തേക്കും മഹാദേവൻ എന്നെ അറിയപ്പെടുന്ന ഒരാളാക്കും. ഇപ്പോൾ 300 പേര് കണ്ട വീഡിയോ ഇപ്പോൾ 3000 പേര് കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവൻ എന്നെ ഉയർത്തി. മഹാദേവൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിത്യവും വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. മഹാദേവൻ എനിക്ക് അതിന് ഒരു തടസ്സവും തരാതെ എന്നെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുവാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓം നമഃ ശിവായ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് തന്നെ, തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് വാസ്തു പ്രകാരമുള്ള അനുകൂലമായ ഒരു റിസൾട്ടും കൂടെ, നല്ല ഫലം കൂടെ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലും ഉണ്ടാകണം. അതൊരു കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ പരസ്പരം കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹിക്കാതെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ സന്തോഷത്തോടു കൂടി ഉള്ളതുകൊണ്ട് തൃപ്തിയായി പോകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ചില വീട്ടിലെ അടുക്കളയിലേക്ക് എന്തുമാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നാലും തികഞ്ഞു പറ്റത്തില്ല. എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, തികഞ്ഞു പറ്റത്തില്ല. ഇതിലേ പോകുന്നു എന്നറിയത്തില്ല. ഇതൊക്കെ മനുഷ്യൻ കഴിക്കുന്നതാണോ എന്ന് പോലും അറിയത്തില്ല. എപ്പോഴും അവിടെ എന്തെങ്കിലും എന്നും കടയിൽ പോയി സാധനം മേടിക്കണം, എപ്പോഴും സാധനം പോയി മേടിക്കണം. അതൊക്കെ ആ വീടിൻ്റെ അടുക്കളയുടെ വാസ്തു ഒന്നും കൃത്യമല്ല. ആണെങ്കിൽ അവിടെ മിച്ചം തരും. നല്ലതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധി തന്നേനെ. സമൃദ്ധി പറഞ്ഞാൽ അത് മിച്ചമായേനെ, ആഹാരങ്ങളൊക്കെ മിച്ചമായിട്ട് നിങ്ങൾക്ക് വന്നേനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരണമെങ്കിൽ ജ്യോതിഷത്തിൻ്റെ സമയം മാത്രം പോരാ. അത് കേട്ട് നിങ്ങൾ ചെയ്ത് പ്രവൃത്തിയൊക്കെ, നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ജോലിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ഭവനത്തിലേക്കല്ലേ മടങ്ങി വരുന്നത്. അപ്പോൾ മടങ്ങി വരുമ്പോൾ നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് ഭവനത്തിലല്ലേ. അപ്പോൾ ആ ഭവനം നമുക്ക് അനുകൂലമായ റിസൾട്ട് കൊണ്ട് തന്നാൽ മാത്രമേ പൂർണ്ണമായ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. നമ്മൾ പകൽ വീട് വിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തു ധനവുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. പിന്നെ നമ്മുടെ ധനത്തെ സൂക്ഷിക്കേണ്ടത് ആ വീടാണ്. ആ വീടാണ് നമുക്ക് നല്ല അനുഭവത്തെ തരേണ്ടത്. ആ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ധനം അല്ലെങ്കിൽ ധനധാന്യങ്ങൾ ആ വീട് നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്കതുകൊണ്ട് നേട്ടമില്ല. അപ്പോൾ എത്ര ജ്യോതിഷം കേട്ടാലും എത്ര അതാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ എത്ര ചാനൽ കാണുന്നു, എത്ര ആൾക്കാരുടെ അഭിപ്രായം കേൾക്കുന്നു, എത്ര വീഡിയോകൾ കാണുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു, പക്ഷെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറയുന്നത് ഇങ്ങനെ വിലപിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. അതിനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കുക, ഞാൻ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമുക്കിനി നക്ഷത്രഫലം ചിന്തിക്കാം. നാളത്തെ നക്ഷത്രഫലം നമ്മുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാളെ മേടക്കുറുകാരുടെ കാര്യം ആദ്യം ചിന്തിക്കാം.
അതായത് ആദ്യത്തെ രാശി എന്ന് പറഞ്ഞാൽ മേടൻ രാശിയാണ് ജ്യോതിഷം ക്രമീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മേടക്കുറുകാരുടെ കാര്യം എന്നും പറയുന്നത്. അപ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ഗ്രഹനിലയിൽ നോക്കാം. ശനി അവർക്ക് ഇവിടെ നിൽക്കുന്നു, 11 നിൽക്കുന്നു. അവർക്ക് വ്യാഴം 2 നിൽക്കുന്നു, ചൊവ്വ 3 നിൽക്കുന്നു, പിന്നെ സൂര്യൻ 5 നിൽക്കുന്നു, ബുധൻ 4 നിൽക്കുന്നു, ശുക്രൻ 6 നിൽക്കുന്നു, 12 രാഹു നിൽക്കുന്നു, 6 കേതു നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഈ മേടക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ വ്യാഴമുണ്ട്, ശനിയുണ്ട്, രാഹുവുണ്ട്, കേതുവുണ്ട്. അപ്പോൾ അവർ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ സ്ഥിര ഗ്രഹങ്ങളിൽ ഒരാളുടെ ഫലമാണ് വന്നു ചേരുക. അപ്പോൾ നാളെ ശനിയാണ് ഇവർക്ക് ഫലം കൊടുക്കുന്നത്. ശനിക്കാണ് ആധിപത്യം. സൂര്യനും ആധിപത്യമുണ്ട്, ചന്ദ്രനും ആധിപത്യമുണ്ട്. പക്ഷെങ്കിൽ ബലമുള്ള ഗ്രഹം ശനിയാണ്. ജ്യോതിഷത്തിൽ ഈ ഫലം പറയുന്നത് ഗ്രഹത്തിൻ്റെ ബലം വെച്ചാണ് ജ്യോതിഷത്തിൽ ഫലം പറയുന്നത്. അത് മനുഷ്യനാണെങ്കിലും ഇപ്പം ഒരു ആരോഗ്യമുള്ള വ്യക്തിയെ അല്ലേ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. ഒരു ജോലി കാര്യത്തിനാണെങ്കിലും ഏതൊരു കാര്യത്തിനാണെങ്കിലും ആരോഗ്യമുള്ള ബലമുള്ള ഒരു വ്യക്തിയല്ലേ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ജ്യോതിഷത്തിലും ഫലം പറയുന്നത് ബലമുള്ള ഗ്രഹത്തെ വെച്ചാണ് പറയുന്നത്. ഇപ്പോൾ നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ്. ശനിയുടെ അധിപനായ ശനി എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ സൂര്യനും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. സൂര്യനെ ഈ ചിങ്ങമാസം 15 വരെ, അതായത് ഹോര എന്നുള്ള നിയമപ്രകാരം 15 ദിവസം സൂര്യന് ബലമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നാളെ 15-ാം തീയതിയാണ് സൂര്യൻ്റെ ബലം കുറഞ്ഞു. ഇനിയിപ്പോൾ സൂര്യൻ ബലമില്ലാതെയാണ് പോകുന്നത്. പക്ഷെങ്കിൽ ശനിയുടെ സ്വക്ഷേത്രത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ശനി ബലവാനാണ്. അപ്പോൾ ശനിയെ വെച്ചുള്ള ഫലമാണ് പറയുന്നത്. ചന്ദ്രൻ അമാവാസിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ ഒട്ടും ബലമില്ല. ഈ സമയത്തൊക്കെയാണ് ആൾക്കാർക്ക് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആസ്മ പോലെയുള്ള രോഗങ്ങൾ, പലവിധമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ശാരീരികമായും ഈ കൈകാലിന് വേദന, നടുവിന് വേദന, പുറം വേദന, അങ്ങനെയുള്ള ഓരോ രോഗങ്ങളൊക്കെ ഈ സമയത്താണ് ഉണ്ടാകുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 11-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ഒരു പാപഗ്രഹം 11-ൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ്. ആരെയും ഭയമില്ലാതെ അല്ലെങ്കിൽ ആരെയും ഭയക്കാതെ ഏതൊരു കാര്യവും തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുന്ന ഒരു ദിവസമാണ്. അങ്ങനെ അവർ ആ ഒരു പ്രവൃത്തിക്ക് നേട്ടം കൈവരിക്കുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം ശനീശ്വരൻ അവരോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ജീവിതത്തിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം രാവിലെ അവർ എഴുന്നേൽക്കുമ്പോൾ, ശനിയാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓം ശനീശ്വരായ നമഃ, ഓം ശനീശ്വരായ നമഃ, ഓം ശനീശ്വരായ നമഃ എന്ന് 10 100 പ്രാവശ്യം, 108 പ്രാവശ്യമാണെങ്കിൽ നല്ലത്, അങ്ങനെ ചൊല്ലി എഴുന്നേറ്റ് നാളത്തെ ശനിയാഴ്ച ദിവസം ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ ഈ മേടക്കൂറുകാർക്ക് നല്ല റിസൾട്ട് കിട്ടും, നല്ല അനുഭവം കിട്ടും. അവരുടെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നുള്ള. പ്രത്യേകിച്ച് അവരുടെ മാതാവിൻ്റെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ കൂടിയാണ് നാളത്തെ ദിവസം പോകുന്നത്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ പിതാവുമായിട്ട് ശത്രുതയ്ക്ക് നാളത്തെ ദിവസം അവർക്ക് സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നല്ല സമയമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ പ്രത്യേകം ചെയ്തിരുന്നു. അവരുടെ 2-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5-ലും 7-ലും 9-ലും പോകുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവരുടെ തൊഴിൽ ഭാവത്തിൽ വന്നു ചേരുന്നത് കൊണ്ട് തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. ഇപ്പോൾ നല്ലൊരു അവസരമാണ്. അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. ധനം നേടുക, കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക, ധനം നേടുക, കടം വീടുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇതൊക്കെ അറിയാതെ പോയിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. ജാതകവശാൽ ദശാകാലം അനുസരിച്ച് ദോഷം സമയമാണെങ്കിൽ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്ത് എത്രയും വേഗം പരിഹാരമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക, ജീവിത വിജയം നേടുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 10-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിലാണ്. കേന്ദ്രഭാവത്തിൽ ശുഭഗ്രഹത്തിന് അല്ലേ സ്ഥാനം, പാപഗ്രഹത്തിന് എന്താണ് സ്ഥാനം? പക്ഷെങ്കിൽ ജ്യോതിഷം പറയുന്നു 10-ൽ ശനി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ ജ്യോതിഷം പറയുന്നതെന്ന് വെച്ചാൽ 10-ാം ഭാവത്തിൽ ശനി നിന്നാൽ തരുന്ന നേട്ടങ്ങൾ സ്ഥിരമായിരിക്കുകയില്ല, അല്ലെങ്കിൽ സ്ഥായി ആയിരിക്കത്തില്ല. അപ്പം 10-ാം ഭാവത്തിൽ തൊഴിൽ ഭാവത്തിൽ ഒരു ശനി വന്നു നിന്ന് ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ 10-ാം ഭാവത്തിൽ ശനിയുണ്ട്.
ജാതകനൊരു ജോലി കിട്ടി, പക്ഷേ അത് സ്ഥിരത ഉണ്ടാകത്തില്ല. സ്ഥായിയായിട്ടുള്ള ജീവിതകാലം മുഴുവൻ ആ തൊഴിൽ ചെയ്യാൻ പറ്റില്ല, മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അതാണ് ഒരു പ്രശ്നം. ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ 10ൽ ശനി നിന്നാൽ ആ ജാതകന് ഒരു തൊഴിൽ തന്നെ ജീവിക്കാൻ പറ്റത്തില്ല, ആ തൊഴിൽ കൊണ്ട് ഒരു വലിയ നേട്ടവും ഉണ്ടാകത്തില്ല. അതാണൊരു പ്രശ്നം. ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ജോലിയില്ലാതെ വരും, പിന്നെയും ജോലി കിട്ടും, പിന്നെയും അങ്ങനെ അവർ പോകുന്നൊരു സാഹചര്യമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. എന്നാൽ ജോലി ഉണ്ട് താനും. എന്നാൽ ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാനസ്ഥിതനായാൽ മാത്രമേ വലിയ ദുരിതം ഉണ്ടാകത്തുള്ളൂ. ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് മുടങ്ങാതെ ജോലി കിട്ടുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. പിന്നെ അവർക്കിപ്പം ജന്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, നല്ല സമയമാണ്, പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്, അതൊക്കെ നോക്കി ചെയ്യുക. അപ്പോൾ കലാകാരന്മാരൊക്കെ ആണെങ്കിലും ഇടവക്കൂറിൽപ്പെട്ട കലാകാരന്മാർക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ശോഭിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ധനപരമായ നേട്ടം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം, കീർത്തി പ്രശസ്തി അംഗീകാരമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയം, ഉയർച്ചയും നേട്ടവും ഒക്കെ കൈവരിക്കാൻ പറ്റുന്ന സമയം, ആരെയും ഭയമില്ലാതെ ഏത് കാര്യം തൻ്റെ അടുത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു വാക്കുകൊണ്ട് പോലും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത്രയ്ക്ക് അനുകൂലമായൊരു ദിവസമാണ്. പക്ഷെങ്കിൽ തൊഴിൽ രംഗത്തിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് പോകും. അങ്ങനെ ഒരു സംഭവമാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും വന്നു ചേരാത്തൊരു ദിവസം കൂടി ആയിരിക്കും. അവിടെ ശത്രു അറിഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല എന്നുള്ള ബന്ധുമിത്രാദികളുടെ സഹകരണവും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസവുമല്ല. ശത്രു അറിഞ്ഞ അനുഭവങ്ങളിൽ കൂടി ആ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നൊരു ദിവസവുമാണ്. ദാമ്പത്യ ജീവിത വിജയം ഇവർക്ക് അത്ര മെച്ചമായ ഒരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ഭാഗ്യവും ഭാഗ്യക്കേടുകളും സമ്മാനിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ചിലർക്ക് അഹങ്കാരം കൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കേണ്ടതായിട്ട് വന്നു ചേരും. ചിലർ പിതാവുമായിട്ട് ശത്രുതയിൽ പോകും. ചിലർക്ക് ആപത്തനർത്ഥങ്ങളൊക്കെ വന്ന് അങ്ങനെ സംഭവിക്കാം. അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായൊരു ദിവസമല്ല. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ കൂടി അവർക്ക് നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. പ്രതികൂലമായ അനുഭവങ്ങളാണ് അവർക്ക് ചുറ്റിനുമുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ പോരാടി വേണം നാളത്തെ ദിവസം നിലനിൽക്കുവാൻ. അതായത് ശത്രുതയോട് ഫൈറ്റ് വേണം നിലനിൽക്കുവാൻ. അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് അവർക്ക് ചുറ്റുമുള്ളത്. എപ്പോഴും പ്രാർത്ഥന വേണം, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലണം, അങ്ങനെയൊക്കെ വേണം ജീവിക്കാൻ. പ്രതികൂലങ്ങളുടെ നടുവിലാണ്, നിലയില്ലായ ഒരു കയത്തിൻ്റെ നടുവിലാണ് വീണ് കിടക്കുന്നതെന്നുള്ളൊരു ബോധത്തോടു കൂടിയുള്ള, ആവശ്യബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥന മഹാദേവനോട് നിത്യവും ചെയ്ത് വേണം ജീവിക്കാൻ. വളരെ പ്രതികൂലമായ സമയമാണ് അവർക്കുള്ളത്. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് വലിയ പ്രശ്നമല്ല എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട ഉണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന ദിവസമാണ്. അഷ്ടമത്തിലെ ശനി മരണത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അഷ്ടമത്തിലെ ശനി മരണത്തെ കൊടുക്കും. ഇപ്പോൾ ഈ പൂയം നാളുകാരൊക്കെ അല്ലെങ്കിൽ കർക്കിടകക്കൂറിൽപ്പെട്ട ഉണർതം കാല പൂയം ആയില്യം നാളുകാർക്ക് ചത്താൽ കൊള്ളാമെന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? പോയി ചത്തേക്കാം എന്ന് അത് ആരാ ചിന്ത കൊടുക്കുന്നത്? ശനിയാണ് ആ ചിന്ത കൊടുക്കുന്നത്. അഷ്ടമത്തിലെ ശനി മൃത്യുവിനെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവരിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാം. അതിനുള്ള സാഹചര്യങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടാകും. അവരുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ പ്രാർത്ഥന വേണം, മഹാദേവനോട് പ്രാർത്ഥിക്കണം, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലണം. അപ്പോൾ മഹാദേവൻ അവരെ സംരക്ഷിക്കും, അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കും, അവരുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കും, അവരെ നിലനിർത്തും. ഈ സമയമൊക്കെ മാറും. 2025 ജനുവരി 25 2025 മാർച്ച് വരെയൊക്കെ പ്രതിസന്ധി പോകും. ചിലരൊക്കെ ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഈ നവംബറിൽ തന്നെ ശനിയുടെ ദോഷം തീരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനങ്ങനെ ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
തെറ്റാണ് അങ്ങനെ പറയുന്നത്. വീഡിയോ ഇട്ട് എനിക്ക് പൈസ കിട്ടും, പക്ഷേ അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് മനുഷ്യർ സാമ്പത്തികമായും പലവിധമായ പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവർ എൻ്റെ സമയം അന്നേരം നല്ലതാകും, ഞാൻ അന്നേരം എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ പോയി കടങ്ങളൊക്കെ 5 രൂപ പലിശ 10 രൂപ പലിശയ്ക്കൊക്കെ ആൾക്കാർ പൈസ മേടിക്കും. അവർക്കൊരു പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. പക്ഷേ ഞാൻ ആ പ്രതീക്ഷയൊന്നും തരത്തില്ല. കാരണം ഇതൊക്കെ അന്നേരം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് ശനി തന്നെയല്ല. ശനിക്ക് മുമ്പിൽ മറ്റ് ഗ്രഹങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ശനിക്ക് ശത്രുതയുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമുക്ക് ഫലം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇപ്പോഴേ ചാടിക്കയറി പറയാൻ പറ്റത്തില്ല. ഇപ്പം 3-ൽ ശനി, 6-ൽ ശനി, 11-ൽ ശനി എന്ന് പറഞ്ഞ് എല്ലാം നേട്ടമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരാളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ആ ജാതകൻ്റെ ഗ്രഹനിലയിൽ ചന്ദ്രലഗ്നത്തിനാണോ ബലം, സൂര്യലഗ്നത്തിനാണോ ബലം എന്ന് ആദ്യം മനസ്സിലാക്കണം. അതുപ്രകാരമാണ് ഫലം പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊരു ഫലം പറയേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് അടുത്ത വർഷം 2025 മാർച്ച് ശനി മാറും, 2024 നവംബർ മുതൽ നിങ്ങൾക്ക് അടിച്ച ഗോളാന്ന് പറഞ്ഞാൽ ഈ ജാതകരെല്ലാം എവിടെയെങ്കിലും പോയി പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവരെല്ലാം പോയി കടമൂക്കം മേടിക്കും. പിന്നെ അവരുടെ ജീവിതം അടുത്ത കഷ്ടതയിലേക്ക് പോകും. അവർ പറയും ഈ ജ്യോതിഷം പറയുന്നവർ മൊത്തം കള്ളന്മാരാന്ന് പറയും. ഇതൊന്നും പറയിപ്പിക്കാൻ ഞാനില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന, മഹാദേവനോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നോ അവരോട് പ്രാർത്ഥിക്കുക. ഈ പ്രതിസന്ധിയിൽ കൈവിടാതെ തന്നെ നടത്തണം. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമാധാനം സ്വസ്ഥയും ഉള്ളൊരു ജീവിതം ഉണ്ടാകും. ശനി നിങ്ങളെ മരണത്തിലേക്ക് മാടി വിളിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കണം. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി മൃത്യുവിനെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളുടെ മരണത്തെ, ആയുസ്സിനെക്കുറിച്ച്, അയാൾ എപ്പോൾ മരിക്കുമെന്നുള്ളത് ജാതകം എഴുതുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ആ അപഹാരമോ അല്ലെങ്കിൽ അത് ഏത് സമയത്താണ് അത് മൃത്യുവുമായിട്ട് കൂടിച്ചേരുന്നത് അതൊക്കെ കണ്ടുപിടിച്ച് കണക്കൂട്ടിയെടുത്താണ് അതിനെയൊക്കെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അഷ്ടമത്തിലെ ശനി മരണത്തെ കൊടുക്കുമെന്നുള്ളൊരു ചിന്ത പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി സമയം നീണ്ടു പോകുന്നു. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 7-ലാണ് ശനി നിൽക്കുന്നത്. 7 നിൽക്കുന്ന ശനി നാളത്തെ ദിവസം ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല, ഈ ചിങ്ങക്കൂറിൽ നിൽക്കുന്ന സൂര്യനെ ശനി വീക്ഷിക്കുന്നു, ശത്രുഗ്രഹങ്ങൾ പരസ്പരം വീക്ഷിക്കുന്നു. അതിൻ്റേതായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. കുടുംബനാഥന് അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുരിത പ്രയാസങ്ങളൊക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി ഒരു 45 വയസ്സ് കഴിഞ്ഞവരുടെ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ വന്നു ചേരുന്നത് എന്നുള്ളതും പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 6-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കും, ആരോഗ്യം നല്ലതായിരിക്കും, വാദപ്രതിവാദങ്ങളിലൊക്കെ അവർ ജയിക്കും, കൃഷികാര്യങ്ങൾ കൊണ്ട് അവർക്ക് നേട്ടമുണ്ടാകും. അങ്ങനെ നേട്ടങ്ങൾ, കടബാധ്യതയുള്ളവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും. അവർ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അവർക്ക് ആശ്വാസം അല്ലെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമല്ല. പുത്രദുഃഖം ഉണ്ടാകും, ധനം, ഐശ്വര്യം, ഈശ്വരവിശ്വാസം എന്നിവയിൽ കുറവുണ്ടാകും, ഏറ്റക്കുറച്ചിലുണ്ടാകും, പലപ്പോഴും പിന്മാറും. ഈശ്വരനെ വിളിച്ചിട്ട് ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാൽ പല കാര്യങ്ങളിലും ഈശ്വരനോട് എതിർപ്പുണ്ടാകും. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, എന്നോട് എന്താണ് ഇത്ര വൈരാഗ്യം, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാത്തത് എന്താണ്, ഞാനിവിടെ കിടന്ന് അനുഭവിക്കുകയാണ്. അങ്ങനെ നിരാശയോടുകൂടിയുള്ള പ്രാർത്ഥനയൊക്കെ ആയിരിക്കും ഈ നാളുകാർക്ക് ഉണ്ടാകുന്നത്. ചിലർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ചിലർ മദ്യപിച്ച് പല കാര്യങ്ങളിലും മോശമായി പെരുമാറും. അപ്പോൾ തിക്താനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാനുഷം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് കുടുംബ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ.
ഗൃഹനാശം വരെ, അതായത് കുടുംബം വരെ നശിച്ചു പോകാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പലരും വീട് വിട്ട് അന്യനാട്ടിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർ അലസരായിട്ട് വെറുതെ യാത്ര ചെയ്ത് സമയം കളയാറുണ്ട്. വിദ്യ കൊണ്ട് ഗുണമുണ്ടാകാത്തൊരു സമയമാണ്. അങ്ങനെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ് നാളത്തെ ദിവസം എന്നുള്ളത് വൃശ്ചികക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അനുകൂലമായ ഫലത്തെ കൊടുക്കുന്ന ദിവസമാണ്. എങ്കിലും മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദീർഘായുസ്സുണ്ട്, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ നല്ല ഭാര്യ, നല്ല ഗൃഹം, കുടുംബസുഖം, ധനസുഖം. അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായ ഫലങ്ങൾ നാളത്തെ ദിവസം ധനുക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത്. അവരുടെ 2-ൻ്റെയും 3-ൻ്റെയും അധിപനായ ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 2-ാം ഭാവത്തിലൊരു പാപഗ്രഹം നിൽക്കുന്നത് നല്ലതല്ല. എങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് 2-ൽ നിൽക്കുന്നത്. ആ ശനി അവരെ ഒരിക്കലും കൈവിടത്തില്ല. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ധനപരമായുള്ള നേട്ടത്തെ കൊടുക്കുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നു. ഇനി ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ ഒട്ടും തന്നെ ഒന്നും ലഭിക്കത്തില്ല. ധനപരമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും പ്രശ്നങ്ങളുമായിട്ട് അവരുടെ ജീവിതം അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അല്ലാത്തവർക്ക് നല്ല അനുഭവങ്ങളെ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവരുടെ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ കന്നിരാശിയിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യാധിപൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. നാളത്തെ ദിവസം എന്തായാലും മകരക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറുകാരുടെ ജന്മഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ജന്മഭാവത്തിൽ ശനി നിന്നാൽ ജാതകൻ മദ്യപാനിയാകുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കലഹ സ്വഭാവിയാകും, നീച സ്വഭാവം, അതായത് വളരെ മോശമായ സ്വഭാവക്കാരനാകും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ ജാതകർ മനോദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശത്രുതയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. സ്ത്രീ സംബന്ധമായ തെറ്റായ കാര്യങ്ങളൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മോശമായ അനുഭവത്തെ ആയിരിക്കും ഈ സമയത്ത് ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവർക്ക് ഏതായാലും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് സമ്മിശ്രമായ അനുഭവങ്ങൾ, തീരെ മോശമായ ഒരു അനുഭവം വന്നു ചേരത്തില്ല. ഏറെക്കുറെ അനുകൂലമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, തൃട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 12-ലാണ് ശനി നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശനി അവർക്ക് ദോഷത്തെ തന്നെ ചെയ്യും. അവർക്ക് ഇപ്പോൾ സമയം മോശമാണ്. 12-ൽ ശനിയാണ്, 3-ൽ വ്യാഴം, 4-ൽ ചൊവ്വ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹനിലയൊക്കെയാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനാണ് കൂടുതലും സാധ്യത. പക്ഷേങ്കിൽ നാളത്തെ ദിവസം അവർക്ക് ആശ്വാസത്തിന് വകയായിട്ട് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 5-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു നേട്ടം, തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അവർക്കുണ്ടാകും. ബന്ധുക്കളുടെ സഹകരണമൊക്കെ അവർക്ക് ലഭിക്കും. പെൺമക്കളാലുള്ള ഭാഗ്യനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ധനനഷ്ടവും മറ്റുള്ള ആപത്തനർത്ഥങ്ങളൊക്കെ മറുവശത്തുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നാളത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി കലാ സാംസ്കാരിക മേഖലകളിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയവുമൊക്കെ അതിൻ്റെ പുറകെ പോകുന്നൊരു സമയമാണിപ്പോൾ. സെപ്റ്റംബർ മാസം 4-ാം തീയതി കഴിയുമ്പോൾ ഇതിനൊരു അയവ് വരും. പിന്നീട് ഒക്ടോബർ മാസം 20-ാം തീയതി കൊണ്ട് ഈ വിഷയം പൂർണ്ണമായിട്ടും ജനങ്ങളെല്ലാം മറന്നുപോകും. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മിഥുനൻ രാശി വിട്ട് കർക്കിടകൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുകയും ചെയ്യുന്നുള്ളത് അറിഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.